വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 6ാം ക്ലാസ്സിൻ്റെ പ്രീവിയസ് ഇയർ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് ആയിട്ടാണ്. ഇതിനു മുന്നേ 2 സോഷ്യൽ സയൻസ് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 മലയാളം മീഡിയം വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Activity 1. We have arrived at conclusions about the shape of Earth through various observations and experiments. Nowadays, we have many scientific evidence about the shape of Earth. ഇപ്പോൾ നമുക്ക് എർത്തിനെ പറ്റി മനസ്സിലാക്കാൻ കുറേ വഴികളുണ്ട്. The spherical shape of Earth is slightly flattened at the poles and bulged at the equator. Name the spherical shape. ഇവിടെ നമ്മുടെ എർത്തിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. നെയിം ദ സ്പെരിക്കൽ ഷേപ്പ്. ആ സ്പെരിക്കൽ ഷേപ്പ് നമ്മൾ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജിയോയിഡ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. സം കൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദ ഷേപ്പ് ഓഫ് എർത്ത് ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദീസ് കൺസെപ്റ്റ് ഫ്രം ആൻഷ്യൻറ്റ് ടു മോഡേൺ. ഇവിടെ താഴെ ഷേപ്പുകളെ കുറിച്ച് കുറച്ച് കൺസെപ്റ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് പഴയകാലം മുതൽ പുതിയ കാലം വരെ അറേഞ്ച് ചെയ്യാനാണ്. അതായത് ആദ്യം പറഞ്ഞത് ഏതാണോ അങ്ങനെ ആദ്യത്തിൽ നിന്ന് തുടങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. First one, Thales believed that Earth is a sphere that floats on Earth. Okay. Second one, philosophers Pythagoras and Aristotle established that Earth is spherical in shape. Third one, Aryabhatta strongly believed that the shape of Earth is spherical and spins on an imaginary axis. Fourth one, Magellan's voyage round the world proved that Earth is spherical in shape. ഇവിടെ ക്വസ്റ്റ്യനിൽ 4 കൺസെപ്റ്റ്സ് ഉള്ളെങ്കിലും ഇതിൽ 5 കൺസെപ്റ്റ്സ് ഉണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. പിന്നെ ഇവിടെ ആളുകളുടെ ഫോട്ടോ കൊടുത്ത് ആരാണ് പറഞ്ഞത് അവരുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തതിൽ ഫോട്ടോ ഇല്ല കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോയും കാണാം. 2. Latitudes and longitudes help to locate a place on Earth. Read a note prepared by Appu about longitudes. ഓക്കെ, അപ്പോൾ ഇവിടെ ലോങ്ങിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും നമ്മുടെ എർത്തിലെ പ്ലേസ് ലൊക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. പിന്നെ ഇവിടെ അപ്പു എഴുതിയിട്ട് ലോങ്ങിറ്റ്യൂഡ്സിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൊരു നോട്ടുണ്ട്. ലോങ്ങിറ്റ്യൂഡ്സ്. ആൾ ലോങ്ങിറ്റ്യൂഡ്സ് ഹാവ് ഈക്വൽ ലെങ്ത്. എല്ലാ ലോങ്ങിറ്റ്യൂഡും ഈക്വൽ ലെങ്ത് ആണ്. Longitudes are lines that are drawn joined both the poles on the globe. Then the longitudes along the eastern hemisphere are called east longitudes, and those along the western hemisphere are called the west longitudes. Longitudes are drawn vertically over the latitudes. ഞാൻ അതിൻ്റെ അർത്ഥം പറയുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ലോങ്ങിറ്റ്യൂഡ്സിനും ലാറ്റിറ്റ്യൂഡിനെയും കുറിച്ച് പഠിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ പറ്റി പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല അർത്ഥമൊന്നും. ഇനി ഇവിടെ ചോദ്യം ഇതാണ്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ലാറ്റിറ്റ്യൂഡ്സ്. The latitudinal line running along the middle of the globe, the longest one. The angular measurement of the equator is 0-degree. Latitudinal circles become smaller when they go to the poles. 90-degree north and 90-degree south are north circles. They are points. They are the north and south poles. Latitudes are drawn parallel the equator. They appear like circles. Activity 3. The house that we build, the dress we wear, and the food we eat are not made using the materials from our surroundings. But pygmies totally depend on nature for their living. എന്താണ് നമ്മുടെ വീട്, അതുപോലെ നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇതൊന്നും നമുക്ക് സറൗണ്ടിങ് എന്നല്ല നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ പിഗ്മികൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് നാച്ചറിനെയാണ്. ഇനി ഇവിടുത്തെ 2 ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട്. എ, വേർ ഡു പിഗ്മീസ് ലീവ്?
എവിടെയാണ് പിഗ്മികൾ താമസിക്കുന്നത്? വേർ ഡു പിഗ്മീസ് ലീവ്? എവിടെയാണ്? സോ ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 88 പേജ് നമ്പറിലുണ്ട്. കൊങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക വേർ ദ പിഗ്മീസ് മെയിൻലി ഡ്വെൽ. അപ്പോൾ എന്താണ് ഉത്തരം? കൊങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക. Prepare a note stating the relation with nature on the food, clothing and shelter of pygmies. പിഗ്മീസിനെ കുറിച്ചൊരു ചെറിയ നോട്ട് തയ്യാറാക്കാനാണ്. അവരുടെ ഷെൽട്ടർ, അതുപോലെ അവരുടെ ഫുഡ് ഒക്കെ വെച്ചിട്ട്. ഇതിൻ്റെ ഉത്തരം 88 പേജ് നമ്പറിൽ തന്നെയുണ്ട്. ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്സിൻ്റെ ഹെഡിങ്ങിൻ്റെ നേരെ അടിയിലുണ്ട്. നമുക്ക് ഇവിടുന്ന് എഴുതി തുടങ്ങാം. ദേ യൂഷ്വലി ഹാവ് എ ഷോർട്ട് stature and dark complexion. Cassava tapioca is their staple food. They also eat hunted meat and gathered fruits. They often wear deerskin or leaves as clothes. They build semicircular houses out of branches of trees and board leaves. They dearly love and care for the forest. Activity 4. The climate and flora and fauna in deserts have its own innate features. Okay, ഇനി 3 questions ഉണ്ട്. A fruit which grows in desert is commonly available in Kerala. Name the fruit. എന്താണ്? ഡെസേർട്ടിൽ വളരുന്ന ഒരു ഫ്രൂട്ടാണ്. അത് നമ്മുടെ കേരളത്തിലൊക്കെ കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. ഏതാണ് ആ ഫ്രൂട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഡേറ്റ്സ്, കാരക്ക, ഈന്തപ്പഴം എന്നൊക്കെ പറയും. ബി, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെജിറ്റേഷൻ ഇൻ ഡെസേർട്ട്? ഡെസേർട്ടിലെ വെജിറ്റേഷൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ആൻസർ പേജ് നമ്പർ 93ലുണ്ട്. കാക്ടി, അക്കേഷ്യ എക്സെട്രാസ് ഫ്രം ദ കോമൺ വെജിറ്റേഷൻ ഇൻ ദീസ് ഡ്രൈ ലാൻഡ്സ് വിത്ത് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡ്രൈ വിൻഡ്സ്. സി, ഡിസ്ക്രൈബ് ദ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഇൻ ഡെസേർട്ടിലുള്ള ക്ലൈമാറ്റിക് ഫീച്ചർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 93ൽ തന്നെയുണ്ട്. ത്രൂ ദ ഡേ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ. നൈറ്റ്സ് ആർ കൂൾ ഹിയർ. സമ്മേഴ്സ് ആർ വെരി ഹോട്ട് ബട്ട് വെരി ലോ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ വിൻറ്റേഴ്സ്. ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഈസ് വെരി ലെസ് ഹിയർ. Activity 5. Medieval period in India contributed a lot to the sculptures and architecture. Even now, they are the symbols of the rich and diverse cultural tradition of India. ഇവിടെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. Name the 2 most significant movements in the field of literature at that time. Answer: Bhakti movement and Sufi movement. Question ഇതാണ്. What were some of the silent features found in the poems at that time? ആ ടൈമിൽ ഈ പോയങ്ങളിൽ കണ്ടുവന്നിരുന്ന സൈലൻറ്റ് ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നമുക്ക് ഉത്തരം നോക്കാം. The poet wrote in the language of common people. Next question. Malayalam is also a language which is developed through this movement. Name the famous poet who is the father of Malayalam language. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു സന്ദർഭത്തിൽ മലയാളം ലാംഗ്വേജും ഡെവലപ്പ് ചെയ്തു വരികയായിരുന്നു. അപ്പോൾ മലയാളത്തിൽ ഫേമസ് ആയ ഒരു പോയറ്റിന് നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അയാൾ ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജിൻ്റെ ഫാദർ ആണെന്നാണ് പറയപ്പെടുന്നത്. ആരാണ്? അതെ, എഴുത്തച്ഛൻ. D. Name any one of his major works. എന്താണ്? എഴുത്തച്ഛൻ്റെ ഏതെങ്കിലും ഒരു മേജർ വർക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ 160ലുണ്ട്. മലയാളം അധ്യാത്മ രാമായണം എഴുത്തച്ഛൻ്റെ ഒരു മേജർ വർക്കാണ് അധ്യാത്മ രാമായണം. Activity 6. A new style of architecture developed during the Sultanate period. This was known as Indo-Islamic style of architecture. From which countries were the skilled architectures brought to India for this? എന്താണ്? എവിടെ നിന്നാണ് ഇന്ത്യക്ക് ഈ സ്കില്ലഡ് ആർക്കിടെക്ചർ എവിടെ നിന്നാണ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 109ലുണ്ട്. സ്കില്ലഡ് ആർക്കിടെക്ചർ ഫ്രം തുർക്കി ആൻഡ് പേർഷ്യ were brought to India for the construction of different structures.
Question. Prepare a description on the architectural features of the medieval period and publish it on internet to attract foreign tourists. What details do you included in the description? എന്താണ് പറഞ്ഞുള്ളത്? നിങ്ങളൊരു ഡിസ്ക്രിപ്ഷൻ ഒരു ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കുക ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് ഓഫ് മെഡീവൽ പീരിയഡ് എന്നിട്ട് അത് നിങ്ങൾ ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുക എന്നിട്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. Peculiarities of Pancharathas in Mahabalipuram, cave temples at Ellora, Kamakaya temple in Assam, Brihadishwara temple in Thanjavur, Khajuraho temple in Madhya Pradesh. Peculiarities of Qutub Minar, Humayun's tomb Delhi, Taj Mahal, Red Fort, Juma Masjid Delhi. Peculiarities of Vithala Swami temple and Hazara Rama temple constructed by Vijayanagara kings of South India. St. Francis Church in Kochi and the Bom Jesus Church in Goa constructed in Gothic style and its specialities are included. Activity 7. The Arabs acquired the knowledge on science and technology that originated in ancient India. They propagated the concept of zero in Europe. Then, which numeral system of India was propagated by the Arabs? എന്താണ് ഏത് ന്യൂമറിക്കൽ സിസ്റ്റമാണ് ഇന്ത്യയിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തത് അറബികൾ? ഏതാണ്? ഡെസിമൽ സിസ്റ്റം. Write any two contributions of the Arabs in the field of science and literature. രണ്ട് കോൺട്രിബ്യൂഷൻസ് ഓഫ് അറബികളുടെ കോൺട്രിബ്യൂഷൻ സയൻസ് ആൻഡ് ലിറ്ററേച്ചർ ഫീൽഡിലുള്ള കോൺട്രിബ്യൂഷൻസ് രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 129 കുറേ ഉണ്ട്. ദ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി അറബ്സ് വർ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ. അൽ-റാസി ആൻഡ് ഇബ്ൻ സീന വർ ദ സ്കോളേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ്. കിതാബുൽ ഹാബി റിട്ടൺ ബൈ അൽ-റാസി is a work on medical science. Al-Qanun is the work of Ibn Sina. Rubiyat of Omar Khayyam and Shahnama written by Firdausi are the remarkable literary works of the period. The famous 1001 Night, Arabian Nights, is another literary contribution of the Arabs. ഇതിൽ ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതാം. Next, what are the contribution of the Chinese in the field of knowledge during the medieval period? ചൈനീസിൻ്റെ കോൺട്രിബ്യൂഷൻ ഓഫ് ദി medieval period എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുത്തരം പേജ് നമ്പർ 128 The Chinese invented the printing machine and gunpowder. The Europeans acquired knowledge about these from the Chinese. The printing technology helped the development of knowledge. The mariner's compass, an instrument to find direction during navigation, is also a Chinese. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.